ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് NVH കുറിച്ചാണ്. ഓട്ടോമൊബൈൽ ഫീൽഡിലും മറ്റ് ഫീൽഡുകളിലൊക്കെയുള്ള ഡയഗ്നോസൊക്കെ ചെയ്യുന്ന ആളുകൾ കൂടുതലും കേട്ടിട്ടുണ്ടാകും NVH കുറിച്ച്. NVH വളരെ സിമ്പിളാണല്ലേ, നോയ്സ്, വൈബ്രേഷൻ, ഹാർഷ്നെസ്. അപ്പം ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വളരെ ഷോർട്ടായിട്ട് പറഞ്ഞിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. എന്താണ് നോയ്സ്, എന്താണ് വൈബ്രേഷൻ, എന്താണ് ഹാർഷ്നെസ്? നോയ്സ് എന്ന് പറയുന്നത് എന്താണ്? വൈബ്രേഷൻ ഓഫ് ഒബ്ജക്റ്റ് ട്രാൻസ്മിറ്റഡ് ടു ഹ്യൂമൻ ഇയർ, യൂഷ്വലി അൺപ്ലസൻറ്റ് ടു അതേഴ്സ്. ഒരു ഒബ്ജക്റ്റിൻ്റെ വൈബ്രേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഹ്യൂമൻ ഇയറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് എന്താവും, അത്ര സുഖകരമാവില്ല. അതിനെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും നോക്കൂ, ഒരു വൈബ്രേഷൻ ഓഫ് ഒബ്ജക്റ്റ് ട്രാൻസ്മിറ്റഡ് ടു ഹ്യൂമൻ എയർ. അപ്പോൾ നമ്മൾ കേൾക്കും, ആ കേൾക്കുന്നതിനെ നമ്മൾ നോയ്സ് എന്ന് പറയുന്നു. രണ്ടാമത്തെ എന്താ? വൈബ്രേഷൻ. വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഓസിലേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് വിച്ച് ഫെൽറ്റ് ബൈ ഹ്യൂമൻസ് ഫീലിങ്സ്. എന്നുവെച്ചാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു ഓസിലേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഒരു ഓസിലേഷനാണ്. അപ്പോൾ അത് തീർച്ചയായും ഒരു ഫീലിംഗ് ആണ്, നമുക്ക് കിട്ടുന്നൊരു ഫീലിംഗ് ആണ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ വൈബ്രേഷൻ നമുക്ക് അറിയാം, ഒരു ഓസിലേഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്പ്രിങ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നൊരു ഫീലിംഗ് ഉണ്ട് നമുക്ക്. അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പം അതിൻ്റെ സൈഡിൽ കിട്ടുന്നൊരു ഫീലിംഗ്, അതിനെയാണ് നമ്മൾ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ നോക്കുകയാണ് ഹാർഷ്നെസ് എന്താണ്? സിംഗിൾ ആൻഡ് മൊമെൻ്ററി വൈബ്രേഷൻ ആൻഡ് നോയ്സ് created by a strong impact to tire is harshness. അപ്പോൾ എന്താ നോക്കുക? സിംഗിൾ ആൻഡ് മൊമെൻ്ററി വൈബ്രേഷൻ ആൻഡ് നോയ്സ് ക്രിയേറ്റഡ് ബൈ എ സ്ട്രോങ് ഇമ്പാക്റ്റ്, അതിനെയാണ് ഹാർഷ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ഒരു സിംഗിൾ മൊമെൻ്ററി ആയിട്ടുള്ള വൈബ്രേഷനും നോയ്സും കൂടി എന്തുണ്ടാക്കുന്നു? ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. അതിനെ നമ്മൾ ഹാർഷ്നെസ് എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്കത് മൂന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നോയ്സ്, വൈബ്രേഷൻ ആൻഡ് ഹാർഷ്നെസ്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.